കണ്ണൂരിൻ്റെ ഈ അക്ഷരമുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു അഭിനേതാവ് എന്ന നിലയിൽ ഒരുപാട് ഓർമ്മകൾ എന്നെ വന്ന് തലോടുന്നു. Shaking underneath, trying to take me alive. പാസേജിലുള്ള മുഴുവൻ ആളുകളും മാറുന്ന അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ വിശിഷ്ട വ്യക്തികൾ ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. ക്ഷണിക്കുന്നു. അടുത്തതായി ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പത്മഭൂഷൺ മോഹൻലാൽ. ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തുന്നതിനായി ശ്രീ OP സുരേഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പുരസ്കാര ജേതാവ് ശ്രീ M മുകുന്ദൻ അവരുടെ വേദിയിലേക്ക് സ്നേഹാദരം ക്ഷണിക്കുകയാണ്. ഒപ്പം തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ KJ തോമസ്. ഈ ചടങ്ങിൽ സ്വാഗതം അർപ്പിച്ച് സംസാരിക്കുന്നത് ശ്രീ MV വിജയൻ അവர்களാണ്, സംഘാടക സമിതി ചെയർമാൻ. അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുകയാണ്. ആൻഡ് ലെറ്റ് മീ ഇൻവൈറ്റ് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ, ശ്രീമതി ഷൈലജ ടീച്ചർ, ശ്രീമതി ടീച്ചർ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം തന്നെ സാന്നിധ്യം കൊണ്ട് ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനരായ ശ്രീ P കരുണാകരൻ, MV ബാലകൃഷ്ണൻ മാസ്റ്റർ, ശ്രീ P ജയരാജൻ, ശ്രീ TV രാജേഷ്, ഡോക്ടർ V ശിവദാസൻ MP, ശ്രീ N ചന്ദ്രൻ, ശ്രീ വത്സൻ പനോളി, ശ്രീ P സന്തോഷ് കുമാർ MP, ശ്രീ KV സുമേഷ് MLA, ശ്രീ M വിജയൻ MLA, ഡോക്ടർ അനന്തു സൈന ഫൗണ്ടേഷൻ, ഒപ്പം തന്നെ ശ്രീ സജീവ് കൃഷ്ണൻ, ശ്രീ KT ശശി, സീനിയർ ന്യൂസ് എഡിറ്റർ ദേശാഭിമാനി, ആൻഡ് ശ്രീ നാരായണൻ കാവുമ്പ ഇവരുടെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആൻഡ് ഓൾസോ ലെറ്റ് മീ ഇൻവൈറ്റ് ശ്രീമതി PP ദിവ്യ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പത്മഭൂഷൺ ഭരത് മോഹൻലാലിനെ സ്വാഗതം ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ മഹാനടനാണെന്ന അർത്ഥത്തിലാണ്. മലയാളത്തിൻ്റെ മഹാനടനായിട്ടാണ് നമ്മൾ അവകാശപ്പെടുന്നത്. ഇവിടെ ജയരാജൻ പറഞ്ഞ നമ്മൾ അഹങ്കരിക്കുന്നത്. എന്നാൽ ഈ മലയാളം ഒന്നുകൂടി അതിരുകൾ ഭേദിച്ച് അങ്ങോട്ട് ലോകത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് പോയിരുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട, മോഹൻലാൽ എന്ന മഹാനടൻ ലോകത്തിൻ്റെ മഹാനടനാണ്. മോഹൻലാൽ മാത്രമല്ല, മമ്മൂട്ടി ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ നമുക്കതിൻ്റെ ഭാഗമായിട്ട് പറയാം. ഇത് M മുകുന്ദനും ബാധകമായ കാര്യമാണ്. അഭിനേതാവ് എന്ന രീതിയിൽ മാത്രമല്ല, സംവിധായകൻ എന്ന രീതിയിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞ ഗായകൻ എന്ന രീതിയിൽ മാത്രമല്ല, ഒരു പൊതു സ്വത്വം രൂപീകരിച്ചിട്ടുണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ. അത് മോഹൻലാലായാലും പ്രതിഭകളായ നടന്മാർ, നടികൾ എല്ലാം ചേർന്നുകൊണ്ട് അവരെ നമ്മൾ എങ്ങനെയാണ് വിശകലനം ചെയ്യേണ്ടത് എന്ന ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാറ്റിനെയും വിലക്കെടുക്കാനാവുമെന്ന് തെറ്റിദ്ധരിച്ച് പുറപ്പെടുന്ന ഈ പറയുന്ന വിഭാഗങ്ങൾക്ക്, ശക്തികൾക്ക് അങ്ങോട്ട് അടുക്കാനാവാത്ത രീതിയിൽ പ്രതിഭയോടെ സാമൂഹ്യ ജീവിതത്തെയും സംസ്കാരത്തെയും മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന മഹാരഥന്മാരായ ഇവരെയെല്ലാം ഈ നാടിൻ്റെ പൊതു സ്വത്തായിട്ടാണ് കാണേണ്ടത്. മഹാനടൻ ശ്രീ മോഹൻലാൽ അദ്ദേഹത്തെ സംസാരിക്കുന്നതിനായി സ്നേഹാദരം ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടനെ സംസാരിക്കുന്നതിനായി ബഹുമാന പുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം സർ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടനെ സംസാരിക്കുന്നതിനായി ബഹുമാന പുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം സർ.
അതുപോലെ കുഞ്ഞനുജന്മാരെ, കുഞ്ഞനുജത്തികളെ എല്ലാവർക്കും സന്തോഷകരമായ ഒരു സായാഹ്നം നേടി. കണ്ണൂരിൻ്റെ ഈ അക്ഷരമുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു അഭിനേതാവ് എന്ന നിലയിൽ ഒരുപാട് ഓർമ്മകൾ എന്നെ വന്ന് തലോടുന്നു. ഒരുപാട് സൗഹൃദങ്ങൾ, ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ് കണ്ണൂർ. ഏതാണ്ട് 40-45 വർഷമായിട്ട് ഞാൻ കണ്ണൂരിനെ അറിയുന്നു. ഞാൻ പഠിച്ചിരുന്ന കാലം മുതൽ ഒരുപാട് സിനിമകൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. കുറേ നല്ല സിനിമകൾ എനിക്ക് ഈ നഗരം തന്നിട്ടുണ്ട്. പെട്ടെന്ന് എടുത്തു പറയാവുന്ന സിനിമകൾ ഞാൻ ഇന്ന് ഈ വഴി വരുമ്പോൾ ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിൽ കാണുകയുണ്ടായി. സതയം എന്ന ചിത്രം, അതുപോലെ അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രം, നാടുവാഴികൾ, ഒരുപാട് ചിത്രങ്ങൾ മാത്രമല്ല ഒരുപാട് സൗഹൃദങ്ങൾ, ഒരുപാട് ഓർമ്മകൾ കണ്ണൂർ നഗരം എനിക്ക് തന്നിട്ടുണ്ട്. വധശിക്ഷ കാത്തിവിടുത്തെ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന സത്യനാഥനും സുഹൃത്തായ തഹസീൽദാരുടെ വീട് അന്വേഷിച്ചു വരുന്ന നോവലിസ്റ്റ് സാഗർ കോട്ടപ്പുറവും അവ ചിത്രീകരിച്ച ജയിലിലെ മുറികളും ഈ കാൽടെക്സ് ജംഗ്ഷനും പയ്യാമ്പലം ബീച്ചും എല്ലാം ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നു. തിരുവനന്തപുരവും കോഴിക്കോടും അതുപോലെ തന്നെ കണ്ണൂരും എനിക്ക് വളരെ പ്രിയപ്പെട്ട നഗരമാണ്. കഴിഞ്ഞ 10 വർഷമായി ദേശാഭിമാനിയുടെ അക്ഷരമുറ്റം എന്ന ഈ പദ്ധതിയുമായി ഞാൻ സഹകരിക്കുന്നുണ്ട്. 10 വർഷം എന്ന് പറയുന്നത് വലിയ കാലയളവാണ്. 10 വർഷത്തിനിടെ ഒരുപാട് കുഞ്ഞുമുഖങ്ങൾ എനിക്ക് മുന്നിലൂടെ കടന്നുപോയി. ഇടയ്ക്കൊക്കെ ഞാൻ അവരെ ഓർക്കാറുണ്ട്. ഒരുപാട് മിടുക്കന്മാരും മിടുക്കികളും. അവർ നന്മയുടെയും വിജയത്തിൻ്റെയും വഴിയിലൂടെ അവരുടെ ജീവിതയാത്ര തുടരുന്നുണ്ടാവും എന്നെനിക്ക് ഉറപ്പാണ്. മാതാപിതാക്കൾക്കാണെങ്കിലും സമൂഹത്തിനാണെങ്കിലും ശരി, കുട്ടികൾ പ്രതീക്ഷയുടെ നാളങ്ങളാണ്. നാളെയുടെ വസന്തത്തിൻ്റെ വാഹകരായി അവരെയാണ് നാം കാണുന്നത്. മൊമന്റോ വിതരണവും ഒപ്പം തന്നെ ബഹുമാനായ എഴുത്തുകാരൻ ശ്രീ എം മുകുന്ദൻ അവർക്കുള്ള ഉപഹാര സമർപ്പണവുമാണ് ഈ വേദിയിൽ നടക്കുന്നത്. ഇപ്പോൾ വേദിയിൽ നിന്ന് ഉപഹാരം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് പ്രിയങ്കരനായ ബഹുമാനായ ശ്രീ എം മുകുന്ദൻ അവർകൾ. അടുത്തതായി ഈ വേദിയിൽ പത്മഭൂഷൺ ഭരത് ശ്രീ മോഹൻലാലിനുള്ള ഒരു ഉപഹാരം വേദിയിൽ നിന്നും കൈമാറുകയാണ്. അത് കൈമാറുന്നതിനായി ശ്രീ KJ തോമസ്, ജനറൽ മാനേജർ, ദേശാഭിമാനി, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഇനി അടുത്തത് ശ്രീ മോഹൻലാലിനുള്ള ഒരു സ്നേഹാദരവ് പൊന്നാനിയുടെ രൂപത്തിൽ നൽകുകയാണ്. ആദരവ് നൽകുന്ന ബഹുമാനായ ശ്രീ KJ തോമസ്, ജനറൽ മാനേജർ, ദേശാഭിമാനി. ഇനി അടുത്തതായി ഈ വേദിയിൽ അക്ഷരമുറ്റം ജേതാക്കൾക്കുള്ള സമ്മാന സമർപ്പണം പേര് വിളിക്കുന്നതിന് പ്രകാരം കുട്ടികൾ മുന്നോട്ടേക്ക് വന്ന് ഉപഹാരം ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുകയാണ്. ഉപഹാരം നൽകുന്നതിനായി ലാലേട്ടനെ സ്നേഹത്തോടു കൂടി ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. LP വിഭാഗം ക്വിസ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല നമ്മുടെ സ്വന്തം കണ്ണൂർ. ഉപഹാരം ഏറ്റുവാങ്ങാനെത്തുന്നു PV കൃഷ്ണറാവ്, കോട്ടൂർ AUP സ്കൂൾ, ശ്രീകണ്ഠാപുരം, and also K. Dhyan, Totada West UP സ്കൂൾ. സംസ്ഥാനതല മത്സരത്തിൻ്റെ വിജയികളാണ്. നിറഞ്ഞ കൈയടി നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് നൽകാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇവർക്കുള്ള മൊമെൻ്റ് നൽകുന്നു നമ്മുടെ ഏറ്റവും ബഹുമാനായ ശ്രീ മോഹൻലാൽ. രണ്ടാം സ്ഥാനം ഏറ്റുവാങ്ങിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്നും V. വിനയ് രത്നൻ, GLPS കൊട്ടാരം ചേർത്തല. ഒപ്പം തന്നെ അൻസു വർഗീസ്, സെന്റ് അലോഷ്യ LPS എടത്വ. രണ്ടുപേരെയും മുന്നോട്ടേക്ക് ക്ഷണിക്കുകയാണ്.
ഇത് ക്വിസ് മത്സരമായതുകൊണ്ട് തന്നെ 2 പേര് വീതം അടങ്ങുന്ന ടീമാണ് മത്സരത്തിന് എത്തിയിട്ടുള്ളത്. 2 പേരാണ് കേട്ടോ. 2 പേരും ഒരുമിച്ച് ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങാം. 2 പേരടങ്ങുന്ന ടീമിനാണ് സമ്മാനം നൽകുന്നത്. ഇനി അടുത്തതായി UP വിഭാഗം ക്വിസ് മത്സര വിജയികളെ മുന്നോട്ടേക്ക് ക്ഷണിക്കുകയാണ്. 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്നും അമൻ ഫയാസ് GM UPS കറുവൻപൊയിൽ ആൻഡ് S വിഘ്നേഷ് AUPS ഉള്ളേരി. 2 പേരെയും മുന്നോട്ടേക്ക് ക്ഷണിക്കുകയാണ്. കുട്ടികൾക്കുള്ള ഉപഹാരം സമർപ്പിക്കുന്നത് നമുക്ക് ഏവർക്കും ഏറെ പ്രിയങ്കരനായ ശ്രീ മോഹൻലാൽ. സ്റ്റേജിൽ നല്ല ഇതാക്കി